എല്ലാവർക്കും നമസ്കാരം. PSC ഇൻഫ്ലുവൻസറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. 2024-2025 നടക്കുന്ന 10th പ്രിലിംസിന്റെ ഡേ 5 വർക്ക്ഔട്ട് ചലഞ്ചിലേക്ക് നമ്മൾ കടക്കുകയാണ്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് നാച്ചുറൽ സയൻസ് ആണ്. നാച്ചുറൽ സയൻസിന്റെ രണ്ടാമത്തെ ക്ലാസ് ആണ് ഇന്ന് ചർച്ച ചെയ്യുന്നത്. അപ്പം ഇത്രയും ദിവസം ഡേ 4 വരെയുള്ള എല്ലാ പോൾ എക്സാം വർക്ക്ഔട്ടും വീഡിയോ ക്ലാസ്സസും നിങ്ങൾ കണ്ടു പഠിച്ചു എന്ന് വിശ്വസിക്കുന്നു. നമുക്ക് നേരെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ ആദ്യം തന്നെ കൊടുത്തിരിക്കുന്ന ഒരു പ്രസ്താവന ചോദ്യമാണ്. വിറ്റാമിൻ എയെ കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകൾ പരിഗണിച്ച് ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ഒന്നാമത്തത്, വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ബി, വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. ഓപ്ഷൻ സി, വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. ഓപ്ഷൻ ഡി, ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലാണ് പതിക്കുന്നത്. ഈ 4 ഓപ്ഷൻസിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കാനാണ് പറയുന്നത്. ഇതിനകത്ത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ വിറ്റാമിൻസിന്റെ രാസനാമങ്ങള് അതേപോലെ തന്നെ അപരനാമങ്ങള് എല്ലാം പഠിച്ചു. അത് എവിടെയാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, എങ്ങനെയാണ് തിരിച്ചിരിക്കുന്നത് അല്ലെ? വിറ്റാമിൻസിന്റെ ലേയത്വത്തെ അനുസരിച്ച് അവ രണ്ടായി തിരിച്ചിരിക്കുന്നു. അതിന്റെ എക്സാമ്പിൾസ് എല്ലാം നമ്മൾ കോഡ് സഹിതം പഠിച്ചതാണ്. വീഡിയോ ക്ലാസ് കണ്ടിട്ടില്ലാത്തവർ ആ വീഡിയോ ക്ലാസ് ഉറപ്പായിട്ടും കാണുക. ഓക്കെ, ഇവിടെ നമുക്കിത് ഈ ഓപ്ഷൻസിനകത്ത് അറിയാവുന്ന ഒരു കാര്യമുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞ കാര്യമാണ്. വിറ്റാമിൻ എയുടെ രാസനാമം എന്താണ്? റെറ്റിനോൾ ആണെന്ന് പറഞ്ഞു അല്ലെ? റീത്ത അകൽ എന്തടിച്ചു? ടോഫിയെ പഠിപ്പിച്ചു എന്നുള്ള ആ ഒരു കോഡ് വെച്ച് നമ്മൾ പറഞ്ഞായിരുന്നു. റീത്ത റെറ്റിനോൾ, എ റെറ്റിനോൾ. അപ്പൊ വിറ്റാമിൻ എയുടെ രാസനാമം റെറ്റിനോൾ ആണ്. ഓപ്ഷൻ ബി ശരിയാണ്. ഇനി ഓപ്ഷൻ എ നോക്കൂ. വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ നിശാന്തത എന്ന രോഗം ഉണ്ടാകുന്നു. ശരിയാണോ? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കേട്ടോ. വിറ്റാമിൻ എ അന്ധത, അങ്ങനെ ഓർത്താൽ മതി. വിറ്റാമിൻ എ അന്ധത, നിശാന്തത ഓർക്കാലോ. അപ്പൊ വിറ്റാമിൻ എയുടെ അഭാവം മൂലം മനുഷ്യരിൽ ഉണ്ടാകുന്ന രോഗാവസ്ഥയാണ് നിശാന്തത. അപ്പൊ ഒന്നാമത്തെ പ്രസ്താവനയും ശരി. ഇനി മൂന്നാമത്തെ പ്രസ്താവന നോക്കി. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ. ശരിയാണോ? അതും ശരിയായിട്ടുള്ള പ്രസ്താവനയാണ്. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം കോർണിയ അതാര്യമായി തീരുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് സീറോഫ്താൽമിയ. നാലാമത്തെ ഓപ്ഷൻ ഇതാണ്. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം റെറ്റിനയ്ക്ക് പുറകിലാണ് പതിക്കുന്നത്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 2022, 23, 24 വർഷങ്ങളിലെല്ലാം പല കോമ്പറ്റേറ്റീവ് എക്സാംസിലും റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ചോദ്യമാണ്. ദീർഘദൃഷ്ടിയുള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം പതിക്കുന്നത് എവിടെയാണ്? റെറ്റിനയ്ക്ക് പുറകിലാണ്. അപ്പം നാലാമത്തെ പ്രസ്താവനയും ശരിയാണ്. എല്ലാ പ്രസ്താവനകളും തന്നിരിക്കുന്ന എല്ലാ പ്രസ്താവനകളും ശരിയാണ്. ഇതിൽ നിന്ന് നമ്മൾ മറ്റു 3 കാര്യങ്ങളൂടെ പഠിച്ചു. വിറ്റാമിൻ എയുടെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? 1 നിശാന്തത, 2 സീറോഫ്താൽമിയ, മൂന്നാമത്തത് ദീർഘദൃഷ്ടി. ഇത് 3 അല്ല, ഇതിൽ കൂടുതലുണ്ട്. ഈ 3 പേരുകളും ഓർത്തിരിക്കുക. നിശാന്തത, അന്ധത, വിറ്റാമിൻ എ, അങ്ങനെ ഓർത്താൽ മതി. ഓക്കെ, അങ്ങനെയെങ്കിൽ എല്ലാം ശരിയാണ്. ഓപ്ഷൻ 4 ആണ് ശരിയായിട്ടുള്ള ഉത്തരം. എല്ലാം ശരിയാണ്. ഇനി എന്താണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ അല്ലെങ്കിൽ ന്യൂട്രിയൻ ഡെഫിഷ്യൻസി ഡിസീസ് എന്ന് പറയുന്നത്? പോഷക ഘടകങ്ങളുടെ അപര്യാപ്തത ശരീര വളർച്ച മുരടിക്കുന്നതിനും പലതരം രോഗങ്ങൾ ഉണ്ടാകുന്നതിനും കാരണമാകുന്നു. ഇത്തരം രോഗങ്ങളെയാണ് പോഷക അപര്യാപ്തത രോഗങ്ങൾ എന്ന് പറയുന്നത്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ അടുത്തത് നമുക്ക് ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങൾ പഠിക്കാം. ഒന്ന് നമ്മൾ പറഞ്ഞു നിശാന്തത. എന്താണ് നിശാന്തത എന്ന് പറയുന്നത്? മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥ. മങ്ങിയ വെളിച്ചത്തിൽ കാഴ്ച സാധ്യമാകാത്ത അവസ്ഥയാണ് നിശാന്തത. അടുത്തത് സീറോഫ്താൽമിയ. അതും പറഞ്ഞു. വിറ്റാമിൻ എയുടെ തുടർച്ചയായ അഭാവം മൂലം നേത്രാവരണവും കോർണിയയും വരണ്ട് ഈർപ്പരഹിതവും അതാര്യവുമായി തീരുന്ന അവസ്ഥ അല്ലെങ്കിൽ കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയാണ് സീറോഫ്താൽമിയ എന്ന് പറയുന്നത്. കണ്ണുനീരില്ലാതെ കണ്ണ് വരളുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് എന്ത്? സീറോഫ്താൽമിയ എന്ന്. അപ്പൊ സീറോഫ്താൽമിയ പഠിച്ചല്ലോ. ഇനി അടുത്തതാണ് വർണ്ണാന്തത. വിറ്റാമിൻ എയുടെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗമാണ് വർണ്ണാന്തത. വർണ്ണാന്തത, അന്ധത. എ വിറ്റാമിൻ എ. നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത അവസ്ഥയാണ് വർണ്ണാന്തത. വർണ്ണം തിരിച്ചറിയാൻ കഴിയില്ല. അങ്ങനത്തുള്ള അന്ധത എന്താണ്? വർണ്ണാന്തത. ഓർക്കാലോ. വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാനാവാത്ത നിറങ്ങൾ ഏതാണെന്ന് ചോദിച്ചാൽ അത് ചുവപ്പും പച്ചയുമാണ്.
ചുവപ്പും പച്ചയുമാണ് വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാനാകാത്ത നിറങ്ങൾ. വർണ്ണാന്തത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ പറ്റുന്ന നിറം ഏതാണെന്ന് ചോദിച്ചാൽ അത് നീലയാണ്. പ്രാഥമിക വർണ്ണങ്ങളിൽ നീലയാണ് വർണ്ണാന്തത ബാധിച്ച ആൾക്ക് തിരിച്ചറിയാൻ കഴിയുന്ന നിറം. വർണ്ണാന്തതയുടെ കാരണം എന്താണ് അപ്പോൾ? ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ സഹായിക്കുന്ന കോൺ കോശങ്ങളുടെ തകരാറാണ്. നമ്മൾ പറഞ്ഞു വർണ്ണാന്തതയുള്ളവർക്ക് തിരിച്ചറിയാൻ കഴിയാത്ത നിറങ്ങൾ ഏതാണ്? ചുവപ്പും പച്ച. അപ്പൊ ഈ ചുവപ്പ്, പച്ച എന്നീ നിറങ്ങൾ തിരിച്ചറിയാൻ കഴിയാത്ത കോൺ നിറങ്ങൾ അല്ലെങ്കിൽ കോൺ കോശങ്ങളുടെ തകരാറ് മൂലമാണ് ഈ വർണ്ണാന്തത എന്ന രോഗം ഉണ്ടാകുന്നത്. അപ്പൊ ഏതൊക്കെയാ പഠിച്ചേ? ഒന്ന് നിശാന്തത, രണ്ടാമത്തത് സീറോഫ്താൽമിയ, മൂന്നാമത്തത് വർണ്ണാന്തത. അടുത്തയാണ് ഗ്ലോക്കോമ. എന്താണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്? അക്വസ് ദ്രവത്തിൽ പുനരാഗീകരണം നടക്കാതെ വരുമ്പോൾ കണ്ണിനുള്ളിലെ മർദ്ദം കൂടുന്നതിലുണ്ടാകുന്ന രോഗമാണ്. കണ്ണില് മർദ്ദം, പ്രഷർ കൂടുമ്പോൾ ഉണ്ടാകുന്ന രോഗമാണ് ഗ്ലോക്കോമ എന്ന് പറയുന്നത്. ഗ്ലോക്കോമ. നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്നത്, നിശബ്ദനായ കാഴ്ചശക്തി അപഹാരി എന്നറിയപ്പെടുന്ന ഏത് രോഗമാണ്? ഗ്ലോക്കോമ എന്ന രോഗമാണ്. ഗ്ലോക്കോമയുടെ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ അത് ലേസർ ചികിത്സയാണെന്ന് ഓർത്തിരിക്കാം. അടുത്തയാണ് തിമിരം. തിമിരവും നമുക്കറിയാം കണ്ണിനുണ്ടാകുന്നതാണ്, വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ്. പ്രായം കൂടുമ്പോൾ കണ്ണിലെ ലെൻസിന്റെ സുതാര്യത നഷ്ടമാകുന്നതാണ് തിമിരം അല്ലെങ്കിൽ കാറ്ററാക്ട് എന്ന് പറയുന്നത്. ഇതിന്റെ ചികിത്സ എന്താണെന്ന് ചോദിച്ചാൽ ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയയാണ്. ലെൻസ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ. അടുത്തതാണ് ദീർഘദൃഷ്ടി. നമ്മൾ ഓപ്ഷൻസ് വായിച്ചപ്പം പറഞ്ഞായിരുന്നു ദീർഘദൃഷ്ടി അല്ലെ, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥ. അടുത്തുള്ള വസ്തുക്കളെ, ദീർഘദൃഷ്ടി നോക്കുമ്പം ദൂരെയുള്ള നോക്കരുത്, അടുത്തുള്ള വസ്തുക്കളെ വ്യക്തമായി കാണാൻ സാധിക്കാത്ത അവസ്ഥയാണ് ദീർഘദൃഷ്ടി എന്ന് പറയുന്നത്. ദീർഘദൃഷ്ടി അല്ലെങ്കിൽ ഹൈപ്പർ മെട്രോപ്പിയയ്ക്ക് കാരണം നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ്. നേത്രഗോളത്തിന്റെ നീളം കുറയുന്നതാണ് ഈ ഒരു രോഗാവസ്ഥയ്ക്ക് കാരണം. ദീർഘദൃഷ്ടി ഉള്ളവരിൽ വസ്തുക്കളുടെ പ്രതിബിംബം എവിടെയാണ് കാണുന്നത്? നമ്മൾ പറഞ്ഞു റെറ്റിനയ്ക്ക് പുറകിലാണ് കാണപ്പെടുന്നത്. അടുത്തയാണ് വിഷമദൃഷ്ടി അല്ലെങ്കിൽ അസ്റ്റിഗ്മാറ്റിസം. എന്താണ് വിഷമദൃഷ്ടി എന്ന് പറയുന്നത്? മറ്റേത് അടുത്തുള്ള വസ്തുക്കളാണെങ്കിൽ ഇതെന്താണ്? നേത്രലെൻസിന്റെ വക്രതയിൽ ഉണ്ടാകുന്ന വ്യത്യാസം മൂലം വസ്തുവിന്റെ ശരിയായ പ്രതിബിംബം രൂപപ്പെടാത്ത അവസ്ഥയാണ് വിഷമദൃഷ്ടി എന്ന് പറയുന്നത്. അപ്പൊ വിറ്റാമിൻ എയുടെ അഭാവം മൂലം ഉണ്ടാകുന്ന അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ് നമ്മൾ പഠിച്ചേ? ഒന്ന് നിശാന്തത, രണ്ടാമത്തത് പറഞ്ഞു സീറോഫ്താൽമിയ, മൂന്ന് വർണ്ണാന്തത, നാലാമത് പറഞ്ഞ എന്തായിരുന്നു? ഗ്ലോക്കോമ, തിമിരം, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടി. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാലോ. ഇതിന്റെ ചികിത്സാ രീതികൾ ഓർത്തു വെക്കാം, ഇത് എന്തുകൊണ്ടാണ് ഉണ്ടാകുന്നതെന്ന് ഓർത്തു വെക്കാം. അടുത്ത ചോദ്യം, ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയിൽ പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ഏത് ജീവകത്തിന്റെ അഭാവമാണ് മനുഷ്യരിൽ മോണയില് പഴുപ്പ്, രക്തസ്രാവം എന്നീ ലക്ഷണങ്ങൾക്ക് കാരണമാകുന്നത്? ജീവകം ബി, ജീവകം എ, ജീവകം ഡി, ജീവകം സി. എല്ലാവർക്കും അറിയാം, കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞാണ് ഏതാണ്? ഓപ്ഷൻ ഡി ആണ്, ജീവകം സി ആണ് അല്ലെ. മോണയൊക്കെ പഴുക്കുന്നതിന് കാരണം ഏതാണ്? ജീവകം സി ആണ്. ഇനി ഇത് SCRT ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുള്ളതാണ്. ജീവകം സി, ഇത് പോഷക ഘടകങ്ങൾ, അതിന്റെ അപര്യാപ്തത രോഗ ലക്ഷണങ്ങൾ. വിറ്റാമിൻ എ നിശാന്തത. എന്താണ് നിശാന്തത എന്ന് പറയുന്നത്? മങ്ങിയ പ്രകാശത്തിൽ കാണാൻ സാധിക്കില്ല. വിറ്റാമിൻ ബിയുടെ എന്താണ്? വായ്പുണ്ണ് അല്ലെങ്കിൽ വായിലെ വ്രണങ്ങള്. വായ്പുണ്ണ്, അതിന്റെ ലക്ഷണം വായില് വ്രണങ്ങൾ ഉണ്ടാകുന്നതാണ്. വിറ്റാമിൻ സി എന്താണ്? സ്കർവി. വിറ്റാമിൻ സി സ്കർവി. ഓർക്കാലോ, സി സ്കർവി, സി സ്കർവി. മോണയിൽ പഴുപ്പും രക്തസ്രാവവും ഉണ്ടാകുന്നതാണ് വിറ്റാമിൻ സിയുടെ ലക്ഷണങ്ങൾ അല്ലെങ്കിൽ സ്കർവിയുടെ ലക്ഷണങ്ങൾ. വിറ്റാമിൻ ഡി നമ്മൾ നേരത്തെ പഠിച്ചാണ്, റിക്കറ്റ്സ് അല്ലെങ്കിൽ കണ പഠിച്ച സംഭവമാണ് വിറ്റാമിൻ ഡി. അസ്ഥികൾ കനം കുറഞ്ഞ് വളയുന്നത്. ഇരുമ്പ്, ഇരുമ്പിന്റെ എല്ലാവർക്കും അറിയാം, ഇരുമ്പ് കുറഞ്ഞാൽ എന്തുണ്ടാകും? അനീമിയ ഉണ്ടാകും അല്ലെ, അല്ലെങ്കിൽ രക്തക്കുറവ്, വിളർച്ചയാണ് ഇതിന്റെ ലക്ഷണങ്ങൾ. അയഡിൻ, അയഡിൻ കുറവ് മൂലം ഉണ്ടാകുന്ന ഏതാണ്? ഗോയിറ്റർ ആണ്. അയഡിന്റെ കുറവ് മൂലം ഉണ്ടാകുന്നത് ഗോയിറ്റർ ആണ്. തൊണ്ടയിൽ മുഴ, തൊണ്ടയിൽ മുഴയാണ് ഇതിന്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വരുമ്പം പറയുന്നുണ്ട്. ഇത് SCRT ഫാക്സിനകത്തുള്ളതാണ്, ഓർത്തിരിക്കാം. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് അപര്യാപ്തത രോഗങ്ങൾ പഠിക്കാലോ. ഇതിന്റെ എല്ലാം രാസനാമവും അപരനാമവും നിങ്ങൾക്ക് അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇനി അപര്യാപ്തത രോഗങ്ങളാണ്, ഇമ്പോർട്ടന്റ് ആണ്, ഒരു മാർക്ക് ഉള്ളതാണ്, പഠിച്ചോളുക. ഒന്ന് ജീവകം എ.
ജീവകം എയുടെ എന്താണ്? ഇതിനകത്ത് നിന്ന് ഇങ്ങനെ ആയിരിക്കും ചോദ്യം വരുന്നത്, ശരിയല്ലാത്ത ജോഡികൾ ഏത്, അല്ലെങ്കിൽ ശരിയായ ജോഡികൾ ഏതെല്ലാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു രോഗം തന്നിട്ട് അതിനകത്ത് ഏതാണ് ഇല്ല, ഏതിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്, ഇങ്ങനെയൊക്കെ ചോദ്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിനകത്ത് കൊടുത്തിട്ടുണ്ട്. നമ്മൾ ക്വസ്റ്റ്യൻ ആഡ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഓൾറെഡി അതേപോലത്തെ ഒരു ക്വസ്റ്റ്യൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിന്റെ റിലേറ്റഡ് ഫാക്ട്സ് നിങ്ങളൊന്ന് നോക്കിയാൽ മതി. ജീവകം എയുടെ നമ്മൾ പഠിച്ചു ഏതൊക്കെയാണ്? നിശാന്തത, കെരാറ്റ മാലസിയ, സിറോഫ്താൽമിയ, ഗ്ലോക്കോമ, ദീർഘദൃഷ്ടി, വിഷമദൃഷ്ടി, തിമിരം, ഇവയെല്ലാം ജീവകം എയുടെ അപര്യാപ്തത രോഗങ്ങളാണ്. ഇനി ജീവകം B1 ഓർക്കാൻ എളുപ്പമാണ്, BB ആണ്, ബെറിബെറി. B1 എന്താണ്? ബെറിബെറി. B1ന്റെ രാസനാമം നമ്മൾ പഠിച്ചായിരുന്നു. എന്തായിരുന്നു B1ന്റെ രാസനാമം? B1ൽ നിന്നാണ് കോംപ്ലക്സ് തുടങ്ങുന്നത്. ധാന്യങ്ങളുടെ തവിടിൽ കൂടുതലായി കാണപ്പെടുന്നത് ഏതാണ്? തവിടാണ്. തവിട് എവിടെയാണ് കാണപ്പെടുന്നത്? അത് B1 ആണ് അല്ലെ? ജീവകങ്ങളുടെ ധാന്യങ്ങളിൽ കൂടുതൽ കാണപ്പെടുന്ന വിറ്റാമിൻ ജീവകം B1 ആണ്. അതേപോലെ തന്നെ തുടങ്ങുന്നത് B1 ആണെന്നൊക്കെ നമ്മൾ പറഞ്ഞു, ഓർത്തിരിക്കാൻ പറഞ്ഞിരുന്നു. അപ്പൊ B1 എന്താണ്? B1 എന്താണെന്ന് അറിയാലോ? എന്താണ്? തയാമിൻ ആണ് അല്ലെ? തയാമിൻ, മറക്കല്ലേ. അപ്പൊ അതിന്റെ അപര്യാപ്തത രോഗം ഏതാണ്? ബെറിബെറിയാണ്. ഇനി ജീവകം B2 എന്താണ്? ത്വക്ക് സംബന്ധമായ രോഗം അല്ലെങ്കിൽ വളർച്ചാബാന്ധ്യം. ഏതായിരുന്നു B2? നമ്മൾ പറഞ്ഞു റൈബോഫ്ലാവിൻ. രണ്ടെണ്ണം ഉണ്ട് അല്ലെ? റൈബോഫ്ലാവിൻ. അപ്പം B2 ഏതാണ്? റൈബോഫ്ലാവിൻ. ഇനി ജീവകം B3 പെല്ലഗ്ര, പ്രിസർവേറ്റീവ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞായിരുന്നു. അപ്പൊ ജീവകം B3യുടെ അപര്യാപ്തത രോഗം ഏതാണ്? പെല്ലഗ്രയാണ്. ഇനി ജീവകം B5 ഓർക്കാൻ എളുപ്പമാണ്. ജീവകം B5ന്റെ രാസനാമം നമ്മൾ പറഞ്ഞു. എന്തായിരുന്നു? 5 പെന്റ അല്ലെ? അല്ലെങ്കിൽ പാൻറ്റോതെനിക്. B5 പാൻറ്റോതെനിക്. ആ ഈ പായു ഓർത്താ മതിയല്ലോ. അപ്പം പരസ്തേഷ. ജീവകം B5ന്റെ എന്താണ്? പരസ്തേഷയാണ്. ജീവകം B5 പരസ്തേഷ. അടുത്ത ജീവകം B6 എല്ലാവർക്കും അറിയാം. എന്താണ്? അനീമിയ ആണ് അല്ലെ? ജീവകം B6 അനീമിയാണ്. ജീവകം B7 എന്താണ്? ഡെർമറ്റൈറ്റിസ്, അതേപോലെ തന്നെ എൻഡറൈറ്റിസ്. ഡെർമറ്റൈറ്റിസും എൻഡറൈറ്റിസുമാണ് ജീവകം B7ന്റെ രാസനാമം നമ്മൾ പഠിച്ചു. ഏതായിരുന്നു? ബയോളജി. 7 അക്ഷരമുള്ളത് ബയോളജി. അപ്പൊ ഏതാണ്? ബയോട്ടിൻ അല്ലെ? ബയോട്ടിൻ നിങ്ങൾക്ക് അറിയാം. ജീവകം B7 ഏതാണ്? ബയോട്ടിൻ ആണ് അതിന്റെ രാസനാമം. അത് കൊണ്ടുണ്ടാകുന്ന അപര്യാപ്തത രോഗം എന്താണ്? ഡെർമറ്റൈറ്റിസും എൻഡറൈറ്റിസുമാണ്. ക്ലിയർ ആയല്ലോ. ഇനി ജീവകം B9 ഏതാണ്? വിളർച്ച, മെഗലോബ്ലാസ്റ്റിക് അനീമിയ. വിളർച്ചയും മെഗലോബ്ലാസ്റ്റിക് അനീമിയയും. ഇനി ജീവകം B12 ഏതാണ്? പെർനീഷ്യസ് അനീമിയ. ഇതും കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാണ്. പെർനീഷ്യസ് അനീമിയ അല്ലെ? പെർനീഷ്യസ് അനീമിയ. ഏതായിരുന്നു? B12ന്റെ രാസനാമം നമ്മൾ പറഞ്ഞത് സയനോകൊബാലാമിൻ അല്ലെ? സൈനയാണ് എന്ത് കൊടുത്തത്? ഫോളിക് ആസിഡ് കൊടുത്തത്. അപ്പൊ ഫോളിക് ആസിഡ് എവിടെയാണ് വരുന്നത്? B9ന്റെ രാസനാമമാണ് എന്ത്? ഫോളിക് ആസിഡ്. ഓർക്കാലോ അങ്ങനെയില്ല. ഇനി ജീവകം സ്കർവി. ജീവകം സിയുടെ എന്താണ്? സ്കർവി ആണ്. ജീവകം ഡി എല്ലാവർക്കും അറിയാം, മറക്കില്ല. കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ്. അതേപോലെ ഓസ്റ്റിയോമലാസിയയും ഉണ്ട്. ജീവകം ഡിയുടെ അപര്യാപ്തത രോഗമാണ്. അതിനകത്ത് റിക്കറ്റ്സ് ഇമ്പോർട്ടന്റ് ആയിട്ട് ഓർത്തിരിക്കുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്. ഇനി ജീവകം ഇയുടെ എന്താണ്? വന്ധ്യതയാണ്. ജീവകം കെയുടെ എന്താണെന്ന് അറിയാമോ? രക്തസ്രാവമാണ്. പഠിച്ചല്ലോ. ജീവകങ്ങളും അവയുടെ അപര്യാപ്തത രോഗങ്ങളും പഠിച്ചല്ലോ. ജീവകമേ നിശാന്തത, ഗ്ലോക്കോമ, തിമിരം, കെരാറ്റോമാലാസിയ, സിറോഫ്താൽമിയ എല്ലാം വരുന്നത് ജീവകം എ ആണ്. അങ്ങനെയെങ്കിൽ ജീവകം B3 എന്താണ്? B3 എന്താണ്? പെല്ലഗ്ര. ജീവകം B5 എന്താണ്? പാൻറ്റോതെനിക് ആസിഡ് ആണ്. അപ്പം B5 എന്താണ്? പരസ്തേഷ്യ. ജീവകം B7 എന്താണ്? B7 എന്ന് പറയുന്നത് ഡെർമറ്റൈറ്റിസും വരും, എൻഡറൈറ്റിസും വരും. സി എന്താണ്? ജീവകം സി സ്കർവി. ജീവകം ഇ എന്താണ്? ഈ വന്ധ്യത. അങ്ങനെയെങ്കിൽ B12 എന്താണ്? B12 പെർനീഷ്യസ് അനീമിയ. മറക്കത്തില്ലല്ലോ, മറന്നു പോവരുതേ. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ഒരു ചോദ്യം നോക്കാം. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഓപ്ഷൻ 1 ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീന്റെ ധർമ്മം. 2 ശരീരകലകളുടെ നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ഓപ്ഷൻ 3 ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. 4
പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. പ്രോട്ടീനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏതെന്നാ ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ പ്രസ്താവന നോക്കി, ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീന്റെ ധർമ്മം. ശരിയോ തെറ്റോ? 2024 ചോദിച്ച ചോദ്യമാണിത്. ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ ഊർജം നൽകുക എന്നതാണ് പ്രോട്ടീന്റെ ധർമ്മം. ശരിയോ തെറ്റോ? തെറ്റാണല്ലേ. രണ്ടാമത് നോക്കി, ശരീരകലകളുടെ നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീൻ. ശരിയാണോ? അത് ശരിയാണ്. അപ്പം ശാരീരിക പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായതാണോ പ്രോട്ടീൻ? അല്ല. ശാരീരിക കലകളുടെ നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ആഹാര ഘടകമാണ് ഏത്? പ്രോട്ടീൻ എന്ന് പറയുന്നത്. 3, ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു. ശരിയാണോ? അല്ല. നാലാമത്തെ നോക്കി, പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. അത് ശരിയാണ് അല്ലെ. അപ്പൊ ഈ മൂന്നാമത്തെ, ധാന്യങ്ങളിൽ പ്രോട്ടീൻ ധാരാളമായി അടങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നത് തെറ്റാണ്. ധാന്യങ്ങളുടെ അഭാവത്തില് മനുഷ്യ ശരീരത്തിൽ ഊർജോൽപാദനത്തിന് പ്രയോജനപ്പെടുത്തുന്ന ഘടകം ഏതാണെന്ന് ചോദിച്ചാൽ അതാണ് പ്രോട്ടീൻ എന്ന് ഓർക്കുക. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യം. അപ്പൊ പ്രോട്ടീനുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ പഠിച്ചു? ശരീരകലകളുടെ നിർമ്മാണത്തിനും വളർച്ചയ്ക്കും ആവശ്യമായ ആഹാര ഘടകമാണ് പ്രോട്ടീന്. ധാന്യങ്ങളുടെ അഭാവത്തില് ഊർജോൽപാദനത്തിന് ഉപയോഗിക്കുന്നതാണ് ആഹാര ഘടകമാണ് പ്രോട്ടീന്. പ്രോട്ടീൻ കുറയുന്നത് വളർച്ച കുറയുന്നതിന് കാരണമാകുന്നു. അങ്ങനെയെങ്കിൽ ഇതിനകത്ത് ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏതൊക്കെയാണ്? 2ഉം 4ഉമാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. ഓപ്ഷൻ ബി 2ഉം 4ഉം. ഇനി നോക്കി, എന്താണ് പ്രോട്ടീന്റെ ശരീര നിർമ്മിതി, വളർച്ച, ശരീരകോശങ്ങൾ, മുടി, ദഹനരസങ്ങൾ എന്നിവയുടെ നിർമ്മാണം? ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന ഏതാണ്? അതും പ്രോട്ടീൻ ആണ്. ബോഡി ബിൽഡേഴ്സ് എന്നറിയപ്പെടുന്ന ഘടകം പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ എന്ന പേര് ആദ്യമായി ഉപയോഗിച്ചത് ആരാണ്? ജോൺ ജേക്കബ് ബെർസിലിയസ് ആണ്. മറന്നു പോവരുത്. ജോൺ ജേക്കബ് ബെർസിലിയസ് ആണ് എന്തുപയോഗിച്ചത്? ഈ ഒരു പേര് ആദ്യമായി ഉപയോഗിച്ചത്. മൂലകങ്ങൾ ഏതാണ് ഇതിന്റെ ഘടകമൂലകങ്ങൾ? പ്രോട്ടീന്റെ ഘടകമൂലകങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ, സൾഫർ. ഇതെല്ലാമാണ് പ്രോട്ടീന്റെ ഘടകമൂലകങ്ങൾ എന്ന് പറയുന്നത്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ PDF തന്നെയാണ്, ഈ ഒരു നോട്ട് തന്നെയാണ്. മാംസ്യം അല്ലെങ്കിൽ പ്രോട്ടീനെ പറ്റിയുള്ളത് അല്ലെ, വളർച്ചയ്ക്ക് പിന്നില്. ഇതെല്ലാം നമ്മൾ ഇപ്പോൾ പറഞ്ഞ ആ നോട്ട്സ് ആണ്. ശരീര നിർമ്മിതിക്കും വളർച്ചയ്ക്കും സഹായകമായ പ്രധാന ഘടകം, അത് പറയുന്നില്ല. ഇതന്നെയാണ് നമ്മൾ പറഞ്ഞത്. അതിന്റെ കൂടി ഇതൂടെ ഒന്ന് ഓർത്തിരിക്കാം. ഒരാളുടെ ശരീരഭാരത്തിനനുസരിച്ച് 1 കിലോഗ്രാമിന് 1 ഗ്രാം എന്ന തോതിൽ പ്രോട്ടീൻ ഓരോ ദിവസവും ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കണം. അതൊന്ന് ആലോചിച്ച് വെച്ചോണേ. ആ പോയിന്റ് ഒന്നും മറന്നു പോവല്ലേ. അടുത്തത്, പ്രോട്ടീന്റെ അപര്യാപ്തത രോഗം SCERT ടെക്സ്റ്റ് ബുക്കിനകത്ത് കൊടുത്തിട്ടുണ്ട്. കാഷിയോക്കർ. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന ഒരു രോഗമാണ് കാഷിയോക്കർ. ഇത് ബാധിച്ചവരുടെ ശരീരം ശോഷിച്ചും വയർ വീർത്തും ഇരിക്കും. ഓക്കെ, അങ്ങനെയെങ്കിൽ നമുക്ക് നോക്കാം. മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? അത് നൈട്രജൻ ആണ്. മാംസ്യത്തിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ അത് നൈട്രജൻ ആണ്. ഇതിന്റെ പ്രധാന ഉറവിടം അല്ലെങ്കിൽ പ്രോട്ടീന്റെ പ്രധാന ഉറവിടം ഏതൊക്കെയാണ്? മാംസം, മത്സ്യം, മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ എന്നിവയാണ്. മാംസം, മത്സ്യം, മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ. ഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മാംസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് റുബിസ്കോ എന്ന് പറയുന്ന എൻസൈം ആണ്. അതിനു മുമ്പ് ഞാനൊന്ന് പറഞ്ഞോട്ടെ. ഇവിടെ നമ്മൾ പറഞ്ഞു പ്രധാന ഉറവിടം മാംസം, മത്സ്യം, മുട്ട, പാല്, പയറുവർഗ്ഗങ്ങൾ എന്നിങ്ങനെയാണ്. അപ്പോൾ ഈ മുട്ടയെ പറയുന്ന മറ്റൊരു പേരുണ്ട്. എന്താണെന്ന് അറിയാമോ? റെഫറൻസ് പ്രോട്ടീൻ. മുട്ടയെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് എന്ത്? റെഫറൻസ് പ്രോട്ടീൻ. അപ്പം പ്രോട്ടീൻ എവിടെയാണ് അടങ്ങിയിരിക്കുന്നത്? മുട്ടയിൽ അടങ്ങിയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ റെഫറൻസ് പ്രോട്ടീൻ എന്ന് അറിയപ്പെടുന്നു. എങ്കിൽ ഈ പയറുവർഗ്ഗങ്ങളെ അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് മാംസ്യ സംരംഭകർ. മാംസ്യ സംരംഭകർ എന്നാണ് പയറുവർഗ്ഗങ്ങളെ അറിയപ്പെടുന്ന മറ്റൊരു പേര്. ക്ലിയർ ആയല്ലോ? അങ്ങനെയെങ്കിൽ മറ്റൊരു ചോദ്യം ഇവിടെ ചോദിച്ചു, ഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മാംസ്യം ഏതാണ്? അത് റുബിസ്കോ എൻസൈം ആണ് അല്ലെ. റുബിസ്കോ എന്ന എൻസൈം ആണ് ഭൂമിയിൽ ധാരാളമായി കാണപ്പെടുന്ന മാംസ്യം. എങ്കിൽ ഏറ്റവും കൂടുതൽ മാംസം അടങ്ങിയ ആഹാര പദാർത്ഥം ഏതാണ്? ആഹാര പദാർത്ഥം അത് സോയാബീൻ ആണ്. ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ ആഹാര പദാർത്ഥം സോയാബീൻ ആണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ മാംസ്യം അടങ്ങിയ സുഗന്ധവ്യഞ്ജനം ഏതാണ്? സുഗന്ധവ്യഞ്ജനം അത് ഉലുവയാണ്. ഉലുവ. ഇത്രയും കാര്യങ്ങൾ മറന്നു പോവല്ലേ. ഏറ്റവും കൂടുതൽ
പ്രോട്ടീൻ അടങ്ങിയ ആഹാര പദാർത്ഥം ചോദിച്ചാൽ അത് സോയാബീൻ ആണ്. എന്നാൽ സുഗന്ധ വ്യഞ്ജനം ചോദിച്ചാൽ അത് ഉലുവയാണ്. മുട്ടയുടെ മറ്റൊരു പേര് റിഫറൻസ് പ്രോട്ടീൻ. പയറുവർഗ്ഗങ്ങൾ മാംസ്യ സംരംഭകർ എന്ന് അറിയപ്പെടുന്നു. ഇത്രയും കാര്യങ്ങൾ ഓർത്തു വെക്കാം. അങ്ങനെയെങ്കിൽ മാംസ്യത്തിന്റെ അഭാവം കൊണ്ടുണ്ടാകുന്ന രോഗങ്ങൾ ഒന്ന് നമ്മൾ പഠിച്ചു, ക്യാഷ്യോക്കർ അല്ലെ, ശരീര വളർച്ചയും മാനസിക വളർച്ചയും മുരടിക്കുന്നു, നീര് വന്ന് വീർത്ത കാലുകൾ, ഉന്തിയ വയർ, തുറിച്ച കണ്ണുകൾ എന്നിവയൊക്കെയാണ് അതിന്റെ രോഗലക്ഷണങ്ങൾ. അടുത്ത മറ്റൊരു രോഗമാണ് മരാസ്മസ്. പ്രോട്ടീന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന മറ്റൊരു രോഗം മരാസ്മസ്. ശോഷിച്ച ശരീരം, ഉന്തിയ വാരിയലുകൾ, വരണ്ട ചർമ്മം, കുഴിഞ്ഞുതാണ കണ്ണുകൾ എന്നിവയൊക്കെയാണ് മരാസ്മസിന്റെ രോഗലക്ഷണങ്ങൾ. ഈ രണ്ട് അപര്യാപ്തത രോഗവും പഠിച്ചിരിക്കുക. പ്രോട്ടീന്റെ രണ്ട് അപര്യാപ്തത രോഗം ഏതൊക്കെയാണ്? ഒന്ന് മരാസ്മസ്, രണ്ടാമത്തത് ക്യാഷ്യോക്കർ. അത് പഠിച്ചല്ലോ. എങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, പേശികളിൽ കാണുന്ന മാംസ്യം മയോസിൻ. ഓപ്ഷൻ ബി, അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമായ ടെൻഡണിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കൊളാജൻ. 3, കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൻ. അടുത്തതാണ് കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഓവാൽ മുബിൻ. ഇതിൽ ഏതാണ് തെറ്റായ പ്രസ്താവന? താഴെ തന്നിരിക്കുന്നവയിൽ തെറ്റായ പ്രസ്താവന. ഒന്നാമത് നോക്കൂ, പേശികളിൽ കാണപ്പെടുന്ന മാംസ്യം മയോസിൻ ആണ്. നമുക്കറിയാം ശരിയായിട്ടുള്ള പ്രസ്താവനകളെ. പേശികളിൽ കാണപ്പെടുന്ന മാംസ്യം ഏതാണ്? മയോസിൻ. മയോസിൻ മറന്നു പോവരുതേ. പേശികളിൽ കാണപ്പെടുന്ന മാംസ്യം മയോസിൻ. അസ്ഥികളെയും പേശികളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഭാഗമായ ടെൻഡൺ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? അത് കൊളാജൻ ആണ്. അപ്പൊ മയോസിനും കൊളാജനും. മയോസിൻ എവിടെയാണ്? പേശികളിലാണ്. കൊളാജൻ എവിടാണ്? ടെൻഡനിലാണ് അല്ലെ. ടെൻഡനിലാണ് കൊളാജൻ. അടുത്തത്, കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം കേസിൽ ആണോ? അല്ല, അത് തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ്. എവിടെയാണ് കേസിൽ അടങ്ങിയിരിക്കുന്നത്? കേസിൽ അടങ്ങിയിരിക്കുന്നത് പാലിലാണ് കേട്ടോ. പാലിന് വെണ്മ നൽകുന്ന ഏതാണെന്ന് ചോദിച്ചാൽ, മാംസ്യം ഏതാണെന്ന് ചോദിച്ചാൽ അത് കേസിലാണ്. പാലിന് വെണ്മ നൽകുന്ന മാംസ്യമാണ് കേസിൽ എന്ന് പറയുന്നത്. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? അത് കെരാറ്റിൻ ആണ്. ആൽഫ കെരാറ്റിൻ. കെരാറ്റിൻ ആണ് കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം. അങ്ങനെയെങ്കിൽ നാലാമത്തെ പ്രസ്താവനയും ശരിയാണ് അല്ലെ. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഏതാണ്? ഓവാൽ ബുമിൻ ആണ്. ഓവാൽ ബുമിൻ. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ. ഇത്രയും ഈ 3 പ്രസ്താവനയും 4 പ്രസ്താവനയും പഠിച്ചിരിക്കാം. ഒന്ന്, പേശികളിൽ കാണുന്ന മാംസ്യം മയോസിൻ. ടെൻഡണിൽ കാണുന്ന മാംസ്യം കൊളാജൻ. കൊമ്പ്, നഖം, മുടി എന്നിവയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ആൽഫ കെരാറ്റിൻ. കോഴിമുട്ടയുടെ വെള്ളയിൽ അടങ്ങിയിരിക്കുന്ന മാംസ്യം ഒവാൽബുമിൻ. പാലിന് വെണ്മ നൽകുന്നതും പാലിൽ കാണപ്പെടുന്ന മാംസ്യം ഏതാണ്? അത് കേസിലാണ്. കേസിൽ. ക്ലിയർ ആയല്ലോ. നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏത്? ഓപ്ഷൻ എ പ്രോട്ടീൻ, ഓപ്ഷൻ ബി കൊഴുപ്പ്, ഓപ്ഷൻ സി ധാതുക്കൾ, ഓപ്ഷൻ ഡി ധാന്യകം. താഴെ പറയുന്നവയിൽ ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകം ഏതാണ്? ദഹനത്തിന് വിധേയമാകത്തില്ല. ദഹനത്തിന് വിധേയമാകാത്ത ഏതാ? ഓപ്ഷൻ സി ധാതുക്കളാണ് ദഹനത്തിന് വിധേയം ആകാത്തത്. ശരീര പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുകയും സഹായിക്കുകയും ചെയ്യുന്ന പോഷക ഘടകങ്ങളാണ് എന്ത്? ധാതുക്കളും ജീവകങ്ങളും. ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ ധാതുക്കൾ, ജലം, ജീവകങ്ങൾ എന്നിവയാണ്. ധാതുക്കള്, ജലം, ജീവകങ്ങൾ. എന്നാൽ കൂടിയ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ ഏതൊക്കെയാണ്? അത് കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ക്ലോറൈഡ്, സൾഫർ എന്നിവയാണ്. കാൽസ്യം, ഫോസ്ഫറസ്, സോഡിയം, പൊട്ടാസ്യം, മഗ്നീഷ്യം ക്ലോറൈഡ്, സൾഫർ. ഇനി കുറഞ്ഞ അളവിൽ ശരീരത്തിന് ആവശ്യമായ ധാതുക്കൾ ഏതാ? കോപ്പർ, അയൺ, സിങ്ക്, മാംഗനീസ്, അയഡിൻ, ഫ്ലൂറൈഡ്. ഇത്രയും കാര്യങ്ങൾ കുറഞ്ഞ അളവിൽ മതി. കൂടിയ അളവിൽ വേണ്ടുന്നത് നമ്മൾ പഠിച്ചു. ദഹനത്തിന് വിധേയമാകാത്ത പോഷക ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ അത് ധാതുക്കൾ, ജലം, ജീവകങ്ങൾ എന്നിവയാണ്. ഓക്കെ ആണല്ലോ. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നു? കാൽസ്യത്തിന്റെ അപര്യാപ്തത. ഓപ്ഷൻ എ രക്തം കട്ടപിടിക്കൽ, ഓപ്ഷൻ ബി പേശി പ്രവർത്തനം, ഓപ്ഷൻ സി എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം, ഓപ്ഷൻ ഡി മേൽപ്പറഞ്ഞതെല്ലാം. കാൽസ്യത്തിന്റെ അപര്യാപ്തത നമുക്കറിയാം. കാൽസ്യം എല്ലിനും പല്ലിന്റെയും ആരോഗ്യം വേണം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒന്ന് പറഞ്ഞായിരുന്നു
അല്ലെ? അയിരുകളും ധാതുക്കളും പഠിച്ചപ്പോൾ നമ്മൾ പറഞ്ഞായിരുന്നു കാൽസ്യത്തിന് എല്ലും പല്ലിന്റെയൊക്കെ ശരീരമാണ്, അല്ലെങ്കിൽ എല്ലുകൾ മെയിൻറ്റെയിൻ ചെയ്യാനായതുകൊണ്ട് അതിന്റെ അയിര് ജിപ്സം ആണെന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഫിസിക്കൽ സയൻസ് പഠിച്ചപ്പം പഠിച്ചായിരുന്നു. അപ്പം സി ശരിയാണല്ലോ, എല്ലിന്റെയും പല്ലിന്റെയും ആരോഗ്യം ആണ്. ഇനി രക്തം കട്ടപിടിക്കൽ, കാൽസ്യത്തിന്റെ അപര്യാപ്തത ശരീരത്തിന്റെ ഏതെല്ലാം പ്രവർത്തനങ്ങളെ ബാധിക്കുന്നെന്നോ? രക്തം കട്ടപിടിക്കലിൽ ബാധിക്കുന്നുണ്ടോ? ഉണ്ട്. അപ്പം ഓപ്ഷൻ എ ശരിയാണ്. പേശി പ്രവർത്തനം, എല്ലുകളുടെയൊക്കെ ആരോഗ്യമാണ്, അപ്പൊ പേശി പ്രവർത്തനത്തെയും ബാധിക്കും. അങ്ങനെയെങ്കിൽ ഓപ്ഷൻ ഏതാണ് ശരി? മേൽ പറഞ്ഞതെല്ലാം. രക്തം കട്ടപിടിക്കൽ, പേശി പ്രവർത്തനം, എല്ലിന്റെയും പല്ലിന്റെ ആരോഗ്യം എന്നിവയെല്ലാം കാൽസ്യത്തിന്റെ അപര്യാപ്തത ബാധിക്കും എന്ന് ഓർത്തിരിക്കുക. അങ്ങനെയെങ്കിൽ മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഏതാണ്? ഓക്സിജൻ ആണ്. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ചോദിച്ചു കഴിഞ്ഞാൽ ഓക്സിജൻ ആണ്. ഏറ്റവും കുറവ് ഏതാണ്? മഗ്നീഷ്യം. ഇമ്പോർട്ടന്റ് ആണ്, ഓർത്തിരിക്കുക. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ, കുറവുള്ള മൂലകം മഗ്നീഷ്യം. മനുഷ്യ ശരീരത്തിൽ ഏറ്റവും കൂടുതലുള്ള ലോഹം ചോദിച്ചു കഴിഞ്ഞാൽ അത് കാൽസ്യം ആണ്. ഏറ്റവും കൂടുതലുള്ള മൂലകം ഓക്സിജൻ ആണ്, എന്നാൽ ലോഹം ഏതാണ്? കാൽസ്യം ആണ് എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ചോളമാണ്. ഓപ്ഷൻ ബി, ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞളാണ്. ഓപ്ഷൻ സി, പൊട്ടാസ്യത്തിന്റെ അഭാവം കാരണം ഉണ്ടാകുന്ന രോഗം സന്ധിവാതം. ഓപ്ഷൻ ഡി, പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. തെറ്റായ പ്രസ്താവന ഏതെന്നാണ് ചോദ്യം. ഒന്നാമത് നോക്കി, ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ചോളമാണ്. ശരിയാണോ? ശരിയായിട്ടുള്ള പ്രസ്താവനയാണ് കുഞ്ഞുങ്ങളെ. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏതാണ്? ചോളമാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏതാണ്? ചോളമാണ് എന്ന് ഓർത്തിരിക്കാം. അങ്ങനെയെങ്കിൽ ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന ഒരു എണ്ണയുണ്ട്. ഏതാണ് ആ എണ്ണ എന്നറിയാമോ? മാർഗറിൻ ആണ്. മാർഗറിൻ. ചോളത്തിൽ നിന്ന് വേർതിരിച്ചെടുക്കുന്ന എണ്ണ ഏതാണ്? മാർഗറിൻ ആണ്. അതിന്റെ കൂടെ ഒന്ന് ഓർത്തിരിക്കുക. അപ്പൊ ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏതാണ്? ചോളമാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? അത് മഞ്ഞളാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം മഞ്ഞള്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ചോളം. ഈ സെയിം സംഭവം നമ്മൾ മറ്റൊന്നിലും പഠിച്ചായിരുന്നു. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ആഹാര ഘടകം സോയാബീന്. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഉലുവ. ഇവിടെ ഇതാണ് ഏറ്റവും കൂടുതൽ ഇരുമ്പാണെന്നേ ഉള്ളൂ. ഇരുമ്പടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? മഞ്ഞളാണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് സത്തുള്ള ധാന്യം ഏതാണ്? അത് ചോളമാണ്. തിരിഞ്ഞു പോവരുതേ, കൺഫ്യൂസിങ് ആവരുതേ. പൊട്ടാസ്യത്തിന്റെ അഭാവം കാരണം ഉണ്ടാകുന്നതാണ് സന്ധിവാതം. ശരിയാണോ? അതും ശരിയാണ്. അപ്പൊ പൊട്ടാസ്യത്തിന്റെ അപര്യാപ്തത രോഗം ഏതാണ്? സന്ധിവാതമാണെന്ന് പഠിച്ചു. ഇനി ഓപ്ഷൻ ഡി നോക്കി, പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹമാണ് ഇരുമ്പ്. ശരിയാണോ? അല്ല. പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. കഴിഞ്ഞ ക്ലാസ് നമ്മൾ പറഞ്ഞതാ. പ്രോട്ടീൻ നിർമ്മാണത്തിന് മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം ഏതാണ്? മഗ്നീഷ്യമാണ്. ഇരുമ്പാണോ? ഇരുമ്പ് അല്ല എന്ന് ഓർത്തിരിക്കുക. അപ്പൊ പ്രോട്ടീൻ നിർമ്മാണം മുഖ്യ പങ്ക് വഹിക്കുന്ന ലോഹം മഗ്നീഷ്യമാണ്. മഗ്നീഷ്യം അടങ്ങിയിരിക്കുന്ന വിഭവങ്ങൾ സമുദ്ര വിഭവങ്ങൾ, പയർവർഗ്ഗങ്ങൾ, ചോക്ലേറ്റ്, ഇലക്കറികൾ എന്നിവയിലാണ്. ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം ഏതാണ്? സിങ്ക് ആണ് കേട്ടോ. ഇൻസുലിൻ നിർമ്മാണത്തിന് ആവശ്യമായ മൂലകം സിങ്ക് ആണ്. ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? അത് കസ്കസ് ആണ്. ഏറ്റവും കൂടുതൽ ഇരുമ്പ് അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം നമ്മൾ പറഞ്ഞു ഏത്? മഞ്ഞൾ പറഞ്ഞു. ഏറ്റവും കൂടുതൽ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം നമ്മൾ പറഞ്ഞു, അല്ലെങ്കിൽ മാംസം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം നമ്മൾ പറഞ്ഞു ഉലുവയാണ്. അങ്ങനെയെങ്കിൽ ഏറ്റവും കൂടുതൽ കാൽസ്യം അടങ്ങിയിട്ടുള്ള സുഗന്ധവ്യഞ്ജനം ഏതാണ്? അത് കസ്കസ് ആണ്. കസ്കസ്. ക്ലിയർ ആയല്ലോ? ഇനി കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗങ്ങൾ ഏതൊക്കെയാണ്? ടെറ്റനി, ഓസ്റ്റിയോപോറോസിസ്, കുട്ടികളുടെ വളർച്ച മുരടിക്കൽ എന്നിവയെല്ലാം കാൽസ്യത്തിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് എന്ന് ഓർത്തിരിക്കുക. ക്ലിയർ ആയോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ അടുത്ത ചോദ്യം ഇതാണ്, ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം മൂലമാണ് ഉണ്ടാകുന്നത്? നമ്മൾ പഠിച്ചു. നമ്മൾ ആദ്യം SCRT ഫാക്ട്സ് പറഞ്ഞപ്പം പഠിഞ്ഞാണ് വന്നത്. ഗോയിറ്റർ എന്ന രോഗാവസ്ഥ ഏത് ധാതുവിന്റെ അഭാവം കൊണ്ടാണ് ഉണ്ടാകുന്നത്? ഓപ്ഷൻ എ അയഡിൻ, സിങ്ക്, സോഡിയം, ഇരുമ്പ്. ഏതാണ്? ഓപ്ഷൻ എ അയഡിൻ ആണ് അല്ലെ. അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്നതാണ് ഏത് ഗോയിറ്റർ. IG നോർത്താ മതി. IG ആണ്. അയഡിൻ ഗോയിറ്റർ ഓർത്തു വെക്കാലോ. അങ്ങനെയെങ്കിൽ ഗോയിറ്റർ അല്ലെങ്കിൽ അയഡിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന മറ്റു രോഗങ്ങൾ ഏതൊക്കെയാണ്? ഒന്ന് ഗോയിറ്റർ, രണ്ട് ക്രെറ്റിനിസം, മൂന്ന് ഹൈപ്പോതൈറോയിഡിസം.
എന്താണ് ഗോയിറ്റർ എന്ന് പറയുന്നത്? അയഡിന്റെ അഭാവത്തിൽ തൈറോക്സിന്റെ ഉൽപാദനം തടസ്സപ്പെടും. ഈ തൈറോക്സിൻ ഉൽപ്പാദിപ്പിക്കാനുള്ള ഒരു ശ്രമം എന്ന നിലയിൽ തൈറോയ്ഡ് ഗ്രന്ഥി അമിതമായി വളരുന്നു എങ്കിൽ ആ ഒരു അവസ്ഥ, അല്ലെങ്കിൽ തുണ്ടയിൽ ഒരു മുഴ ഉണ്ടാകുന്നു എങ്കിൽ ആ ഒരു അവസ്ഥയാണ് ഗോയിറ്റർ എന്ന് പറയുന്നത്. ഇനി രണ്ടാമത്തത് നമ്മളിവിടെ പറയുന്നതാണ് ഹൈപ്പോതൈറോയിഡിസം. എന്താണ്? തൈറോക്സിന്റെ ഉൽപാദനം കുറയുന്ന അവസ്ഥയാണ് ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നത്. ഇതിന്റെ ലക്ഷണങ്ങൾ എന്ന് പറഞ്ഞാൽ ഉയർന്ന ഉപാജയ നിരക്ക്, കൂടിയ ശരീര താപനില, കൂടുതൽ വിയർപ്പ്, കൂടിയ ഹൃദയമിടിപ്പ്, ശരീരഭാരം കുറയുക, വൈകാരിക പ്രക്ഷുബ്ധത എന്നിവയെല്ലാം ഈ ഹൈപ്പോതൈറോയിഡിസത്തിന്റെ ലക്ഷണങ്ങളാണ്. അടുത്തതാണ് ക്രെറ്റിനിസം. എന്താണ് ക്രെറ്റിനിസം? ഭ്രൂണാവസ്ഥയിലോ ശൈശവാവസ്ഥയിലോ തൈറോക്സിന്റെ കുറവ് മൂലം കുട്ടികളിൽ ബുദ്ധിമാന്ദ്യത്തിനും വളർച്ച മുരടിപ്പിക്കാനും കാരണമാകുന്നുവെങ്കിൽ ആ ഒരു അവസ്ഥയാണ് ക്രെറ്റിനിസം എന്ന് പറയുന്നത്. ഇനി അയഡിൻ കൂടുതലായിട്ട് അടങ്ങിയ സ്രോതസ്, അല്ലെങ്കിൽ അയഡിന്റെ പ്രധാന സ്രോതസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചാൽ സമുദ്ര വിഭവങ്ങളും അയഡൈസ്ഡ് ഉപ്പുമാണ്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ. അപ്പൊ അയഡിന്റെ കുറവ് മൂലം അല്ലെങ്കിൽ അയഡിന്റെ അപര്യാപ്തത രോഗങ്ങൾ ഏതൊക്കെയാണ്? ഗോയിറ്റർ, ക്രെറ്റിനിസം, ഹൈപ്പോതൈറോയിഡിസം. അതിനകത്ത് ഗോയിറ്റർ ഓർത്തു വെക്കുക. എന്താണ്? തൊണ്ടയിൽ മുഴയുണ്ടാകുന്നതാണ്. എന്ത്? തൈറോക്സിൻ ഉൽപാദനം തടസ്സപ്പെടുമ്പോൾ ഉണ്ടാകുന്നത്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ ഇത് SCRT ടെസ്റ്റിനകത്തുള്ളതാണ്. ഒന്നാമത് നോക്കിയേ, ഇരുമ്പ് അല്ലെ? ഇരുമ്പ് എന്താണ് അതിന്റെ പ്രധാന ധർമ്മം എന്ന് പറയുന്നത്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണമാണ്. ഇരുമ്പ് എന്തിനാണ്? രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണമാണ്. ഏതിലാണ് കൂടുതൽ കാണപ്പെടുന്ന പ്രധാന സ്രോതസ് ഏതൊക്കെയാണ്? ഇലക്കറികൾ, മത്തൻകുരു, മുതിര, ശർക്കര, കരൾ എന്നിവയെല്ലാം കാണപ്പെടുന്നു. രണ്ട്, കാൽസ്യം അല്ലെങ്കിൽ ഫോസ്ഫറസ്. കാൽസ്യം നമുക്കറിയാം എന്താണ്? എല്ലിന്റെയും പല്ലുകളുടെയും ആരോഗ്യത്തിന്, പേശികളുടെ നാടുകളുടെയും പ്രവർത്തനത്തിന്. എവിടേക്കാണ് കാണപ്പെടുന്നത്? ഏത്തപ്പഴം, മരച്ചീനി, ചേന, ഇലക്കറികൾ, പാലുൽപ്പന്നങ്ങൾ. അടുത്ത സോഡിയം. ശരീരത്തിൽ ആവശ്യമായ ജലം നിലനിർത്താനാണ് സോഡിയം. എവിടെയാണ് കാണപ്പെടുന്നത്? സോഡിയം ഉപ്പാണ് അല്ലെ? അപ്പം കറിയുപ്പിലാണ് കാണപ്പെടുന്നത്. അല്ലെങ്കിൽ പ്രധാന സ്രോതസ് എന്ന് പറയുന്നത് കറിയുപ്പാണ്. അടുത്തത് പറയുന്നതാണ് അയഡിൻ. അയഡിൻ എന്താണ്? തൈറോയിഡ് ഗ്രന്ഥിയുടെ ശരിയായ പ്രവർത്തനത്തിന്, മാനസിക വളർച്ചയ്ക്ക് എന്നിവയ്ക്കെല്ലാമാണ് അയഡിൻ വേണ്ടത്. അയഡിൻ എവിടെ കാണുന്നു? കടൽ വിഭവങ്ങൾ, അയഡിൻ ചേർത്ത ഉപ്പ്, കടൽ മത്സ്യങ്ങളുടെ തല എന്നിവയിലെല്ലാം കാണപ്പെടുന്നത് അയഡിൻ ആണ്. അയഡിന്റെ അഭാവം മൂലം നമ്മൾ പറഞ്ഞു ക്രെറ്റിനിസം പറഞ്ഞു, ഹൈപ്പോതൈറോയിഡിസം പറഞ്ഞു, അതേപോലെ ഗോയിറ്റർ പറഞ്ഞു. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? ഇപ്പൊ നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? അങ്ങനെയെങ്കിൽ ഇത് പോഷകേതര ഘടകങ്ങളാണ്. നിങ്ങളുടെ SCRT ടെക്സ്റ്റ് ബുക്കിനകത്തുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഈ PDF നമ്മുടെ ഗ്രൂപ്പിൽ കാണും. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി കേട്ടോ. ഇതിനകത്ത് വലിയ കാര്യങ്ങളൊന്നുമില്ല. ജലം, നാരുകൾ എങ്ങനെയൊക്കെയാണ് എന്ന്. നാരുകൾ അടങ്ങിയ ഭക്ഷണങ്ങൾ ഏതൊക്കെയാണ്? പച്ചക്കറികൾ, വാഴയുടെ തണ്ട്, വാഴക്കൂമ്പ് എന്നിവയിലൊക്കെയാണ് അല്ലെ? സസ്യാഹാരത്തിലൂടെ ലഭിക്കുന്നതും എന്നാൽ ശരീരത്തിന് ദഹിപ്പിക്കാൻ കഴിയുന്നതുമായ ഒരു തരം ധാന്യകമാണ് ഏതെന്ന് പറയുന്നത്? നാരുകൾ അല്ലെങ്കിൽ ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഇനി എന്താണ് സമീകൃത ആഹാരം അല്ലെങ്കിൽ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? ശരീരത്തിന് വേണ്ട എല്ലാ പോഷകഘടകങ്ങളും ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണത്തെയാണ് സമീകൃത ആഹാരം എന്ന് പറയുന്നത്. സമീകൃത ആഹാരത്തിന്റെ ആ ഒരു ചാർട്ട് കണ്ടല്ലോ. എല്ലാം സമീകൃതമായിട്ട് വേണം അല്ലെ? എല്ലാം ഒരേ അളവിലല്ല. എല്ലാ പോഷകഘടകങ്ങളെല്ലാം ആവശ്യമായ അളവിൽ അടങ്ങിയിരിക്കുന്ന ഭക്ഷണമാണ് പോഷക ആഹാരം അല്ലെങ്കിൽ സമീകൃത ആഹാരം എന്ന് പറയുന്നത്. ക്ലിയർ ആയ ഇത്രയും കാര്യങ്ങൾ? അപ്പൊ ഇതിനകത്ത് നമ്മൾ പറഞ്ഞത് വിറ്റാമിൻസ്. അപ്പൊ നമ്മൾ ഈ ക്ലാസ്സിൽ നിർത്തിയത് വിറ്റാമിൻസ് പറഞ്ഞു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വിറ്റാമിൻസ്, അതിന്റെ അപരനാമങ്ങൾ, രാസനാമങ്ങൾ എല്ലാം പറഞ്ഞു. ഈ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞത് അപര്യാപ്തത രോഗങ്ങളാണ്. ധാതുക്കളുടെ അപര്യാപ്തത രോഗങ്ങൾ, അതേപോലെ വിറ്റാമിൻസിന്റെ അപര്യാപ്തത രോഗങ്ങൾ, ഇതെല്ലാം പഠിച്ചിരിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. ക്ലിയർ ആയല്ലോ ഇത്രയും കാര്യങ്ങൾ? നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇത്രയും കാര്യങ്ങളെ ഉള്ളൂ ചർച്ച ചെയ്യാൻ. അടുത്ത 2022, 2023, 2024 ചോദിച്ച മുഴുവൻ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസുമാണ് നമ്മളിവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിനകത്ത് മൊത്തം വിറ്റാമിൻസുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും നമ്മൾ പരമാവധി ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻസും നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ എല്ലാവരും അത് വായിക്കുക, പഠിക്കുക. കൂടാതെ റിലേറ്റഡ് ഫാക്ട്സ് ഇമ്പോർട്ടന്റ് ആണ്. റിലേറ്റഡ് ഫാക്ട്സ് ഇപ്പം ഒരു വിറ്റാമിൻ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതിന്റെ അപര്യാപ്തത രോഗമാണ്, റിപ്പീറ്റ് ചെയ്ത ആ ക്വസ്റ്റ്യൻസ് വരുന്നത് കൊണ്ടാണ് നമ്മളൊരു ഫാക്ട്സ് ആയിട്ട് കൊടുത്തത്. അതെല്ലാം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ അതെല്ലാം പഠിക്കുക, ഇമ്പോർട്ടന്റ് ആണ്. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.